ഈ വർഷം മുതൽ വാഹന നികുതി വർദ്ധിക്കുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുക പെട്രോൾ ഡീസൽ കാർ ഉടമകളെയായിരിക്കും. ഈ വർഷം മുതൽ വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ പ്രധാന മാറ്റങ്ങൾ വരുന്നതോടെ ചിലതരം കാറുകൾക്ക് 1732 പൗണ്ട് വരെ അധികമായി നൽകേണ്ടി വരുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിലെ വിൽപ്പന ഘടന തുടരുകയാണെങ്കിൽ വാൻ ഡ്രൈവർമാർ മാത്രം അടുത്ത നികുതി വർഷത്തിലെ ആദ്യ 6 മാസങ്ങളിൽ 155 മില്യൺ പൗണ്ടായിരിക്കും അധിക നികുതി നൽകുക. ഗോ ക്യാമ്പേഴ്സ് നടത്തിയ വിശകലനത്തിൽ പറയുന്നത് ഡീസൽ വാൻ ഉടമകൾക്കായിരിക്കും വൻ തിരിച്ചടിയെന്നാണ്. തൊട്ടുപിറകിലായി പെട്രോൾ മോഡലുകളും ഉണ്ടായിരിക്കും. പുതിയ ഡീസൽ വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് പുതിയ നികുതി വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വാഹനം ഒന്നിന് ശരാശരി 1807 പൗണ്ടിന്റെ വർധനവ് പ്രതീക്ഷിക്കാമെന്നും അവർ പറയുന്നു. ഈ കാലയളവിൽ ഡീസൽ വാൻ ഉടമകൾക്ക് 14.2 മില്യൺ പൗണ്ട് നികുതി ഇനത്തിൽ അധികമായി നൽകുമെന്നാണ് ഇവരുടെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. പെട്രോൾ വാൻ ഉടമകൾക്ക് 1.2 മില്യൺ പൗണ്ടും അധികമായി നൽകും. കൂടുതൽ കാര്യക്ഷമതയുള്ളതും മലിനീകരണം കുറവുള്ളതുമായ വാഹനങ്ങളുടെയും നികുതിയിൽ വർധനവ് ഉണ്ടാകുമെങ്കിലും അത് അത്ര വലിയതായിരിക്കത്തില്ല. ഹൈബ്രിഡ് വാഹനങ്ങളുടെ കാര്യത്തിൽ 252 പൗണ്ട് മാത്രമായിരിക്കും കൂടുക. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.